ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ അമ്മയാണ് കേട്ടോ വീഡിയോ ആയിട്ട് വന്നിക്കണേ. ഞാൻ എൻ്റെ ചെറിയൊരു ഗാർഡനിങ് ടൂറാണ് കാണിക്കണേ. പിന്നെ അഡീനിയം, ബൊഗൈൻവില്ല, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അഡീനിയത്തമ്മയൊക്കെ ഇങ്ങനെ പൂവ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ അഡീനിയത്തിന് നല്ല വെയിൽ തട്ടണം, അപ്പോഴാണ് പൂവ് വരുന്നത്. പിന്നെ ഇത് റോസിലിപ്പോൾ പൂവ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെടിയുടെ ഇല ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, വെയിലുണ്ട് എന്താണെന്നാവോ. ബൊഗൈൻവില്ലയൊക്കെ ഇപ്പോൾ നന്നായി പൂത്തിട്ടുണ്ട്. ഇതാ 2 വിധം ബൊഗൈൻവില്ലുണ്ട്, വേറെയുണ്ട് പൂവിട്ടിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതൊരു അരേലിയാന്ന് തോന്നുന്നുണ്ട്, ഇത് ശരിക്കറിയില്ല അതിൻ്റെ പേര്. ഞാനെൻ്റെ ചെടിക്ക് രാസവളമൊന്നും കൊടുക്കലില്ല കേട്ടോ. ഞാൻ സദാ ചാണകപ്പൊടി ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് അതാണ് ഇട്ട് കൊടുക്കാറ്. ഇതൊക്കെ വെയിലട്ടിയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അഗ്ലോണിമകളാണ്. ആന്തോറിയത്തിന് പൂവിടാനുള്ള വല്ല ടിപ്സും ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആന്തോറിയത്തും എൻ്റെ കയ്യിലില്ല. ആന്തോറിയത്തിലൊന്നും അധികം പൂക്കളില്ല. ആന്തോറിയൊക്കെ 3-4 ചട്ടികളിലുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതേപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇങ്ങനെ അവിടെ പുറത്തൊരു തട ഉണ്ട് കേട്ടോ, അതിലത്തെ ചെടികളാണ്. ഈ ചെടികളാണ് ഞാൻ 2 സൈഡിലും ഗേറ്റിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ചിരിക്കണേ. ഇതും അഡീനിയം. ഇവിടെയും കുറച്ച് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിലൊക്കെ നന്നായി പൂക്കൾ വരുന്നുണ്ട്. പക്ഷേ അപ്പത്തിന് ഒരുതരം പുഴുക്കൾ വന്നിട്ട് അതിൻ്റെ പൂവൊക്കെ കടിക്കുന്നുണ്ട്. ഇതിലൊക്കെ പൂവുണ്ട്. പിന്നെ എൻ്റെ അഗ്ലോണിമകളാണ് കേട്ടോ. ഇതിനൊക്കെ ഞാൻ തണലത്ത് വെച്ചിരിക്കുകയാണ്. വെയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു മഞ്ഞ കളർ വന്നിട്ട്, അപ്പോൾ തണലത്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് വെയിൽ തീരെ പറ്റൂല. ഇവിടെയുണ്ട് അഗ്ലോണിമകൾ. ഇവിടെയൊക്കെ തന്നെയാണ്, ആ ചെടി തന്നെയാണ്. പിന്നെന്തോ സെറ്റ് പ്ലാന്റോ അങ്ങനെ എന്തോ ഒരു ചെടിയാണേ. ചെടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പിന്നെ ഈ പൂ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ കാണാൻ, നല്ല ഭംഗി അതിൻ്റെ കളറ്. പിന്നെ അതിൻ്റെ ഇവിടെ കയ്പ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. കയ്പ്പൊക്കെ വള്ളി താനെ മുളച്ചതാട്ടോ. അതിലിപ്പോൾ കുറച്ചൊക്കെ കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതട്ടോ പിന്നെ സപ്പോട്ട തൈ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ 3-4 മാസമായിട്ടുള്ളൂ. അതിന്മേൽ ഇങ്ങനെ കുഞ്ഞു സപ്പോർട്ടകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ.